കഴിഞ്ഞ ദിവസമാണ് ആഗോളതലത്തിൽ വളരെ പ്രശസ്തമായ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ് അമേരിക്ക കടക്കണിയിലാണെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയും അമേരിക്കയുടെ സോവറിൻ ക്രെഡിറ്റ് റേറ്റിംഗ് താഴ്ത്തുകയും ചെയ്തത്. ഇതേക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യാം. മൂഡീസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഏകദേശം 31,000 ലക്ഷം കോടിയുടെ കടമാണ് അമേരിക്കയ്ക്ക് നിലവിലുള്ളത്. ഈ വാർത്ത പുറത്തു വന്നതോടെ അമേരിക്കയിൽ പ്രസിഡന്റ് ട്രംപിന് നേരെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. ട്രംപിന്റെ സാമ്പത്തിക നയങ്ങളാണ് ഇതിന് കാരണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നവരിൽ വലിയൊരു വിഭാഗം ജനങ്ങളും റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നുള്ളവരും ഉൾപ്പെടുന്നു. ട്രംപ് മറ്റ് രാജ്യങ്ങൾക്ക് നേരെയുള്ള വ്യാപാര താരിഫുകളിൽ വർധനവ് വരുത്തിയോടുകൂടി അമേരിക്കയിലെ വ്യാപാര മേഖലയിൽ വലിയൊരു മരവിപ്പ് സംഭവിച്ചിരിക്കുകയാണ്. അതിന് പ്രധാന കാരണം അമേരിക്കയിലേക്കുള്ള കയറ്റുമതി പല രാജ്യങ്ങളും നന്നേ കുറച്ചു. അമേരിക്കയുമായി ഏറ്റവും കൂടുതൽ വ്യാപാര ബന്ധമുള്ള ചൈനയും താരിഫുകൾ വർദ്ധിപ്പിച്ചതോടെ ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാരം നടക്കാതെയായി. ഇതോടെ അമേരിക്കൻ ആഭ്യന്തര വിപണിയിൽ വിലക്കയറ്റത്തിനും പണപ്പെരുപ്പത്തിനും കാരണമായി. ചൈനയുടെ ബദലായി ലോകം കാണുന്ന ഇന്ത്യയുമായും അടുത്ത കാലത്ത് ട്രംപ് ഉരസുന്ന കാഴ്ചയാണ് കാണുന്നത്. മൂഡീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയിലുണ്ടായ പ്രശ്നങ്ങളുടെ അലയൊലുകൾ അവസാനിക്കുന്നതിന് മുമ്പായി മൂഡീസ് ഇന്ത്യയുടെ ഭാവിയെപ്പറ്റി പറഞ്ഞതാണ് ഇപ്പോൾ വലിയ വാർത്തയായിരിക്കുന്നത്. ആഗോളതലത്തിലെ ഈ താരിഫ് വർധനവും വ്യാപാര സ്തംഭനവും ഇന്ത്യയെ ഒരിക്കലും ബാധിക്കുകയില്ല എന്നും ഇന്ത്യയുടെ ഭാവി ശോഭനമാണെന്നുമാണ് അവർ പറഞ്ഞത്. ഇതിനുള്ള കാരണങ്ങളും അവർ തന്നെ നിരത്തുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് വലിയ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയും കയറ്റുമതിയെ ആശ്രയിക്കാത്തതുമാണ് അവരുടെ പുതിയ റിപ്പോർട്ടിൽ പറയുന്ന ഇന്ത്യയുടെ കരുത്ത്. സ്വകാര്യ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും ഉൽപ്പാദന ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അടിസ്ഥാന സൗകര്യ ചെലവ് വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള സർക്കാർ സംരംഭങ്ങൾ ആഗോളതലത്തിലെ ഡിമാൻഡ് ദുർബലമാക്കുന്ന കാരണങ്ങൾ മറികടക്കാൻ ഇന്ത്യയെ സഹായിക്കുമെന്നും മൂഡീസ് അഭിപ്രായപ്പെട്ടു. ചരക്കുകളുടെ വ്യാപാരത്തിലും അതിൻ്റെ സേവന മേഖലയിലും ഇന്ത്യക്കുള്ള പരിമിതമായ ആശ്രയത്വമാണ് ഇന്ത്യയെ സഹായിക്കുന്നത്. ഇതിന് പുറമെയാണ് ഇന്ത്യയും അമേരിക്കയും ഏർപ്പെട്ടിരിക്കുന്ന വ്യാപാര ചർച്ചകളും വിലപേശലുകളും. ഇതുകൂടി ഇന്ത്യക്ക് അനുകൂലമായാൽ ഇന്ത്യയുടെ വ്യാപാരം മുമ്പത്തേതിനേക്കാൾ വർദ്ധിക്കുകയും ഇന്ത്യയുടെ വളർച്ചയെ അത് ത്വരിതപ്പെടുത്തുകയും ചെയ്യും. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്ത്യക്ക് അതിന് കഴിയുകയും ചെയ്യും. ഇപ്പോൾ തന്നെ ബ്രിട്ടനുമായും ഓസ്ട്രേലിയയുമായും യൂറോപ്യൻ യൂണിയനുമായും ഒക്കെ തന്നെ വ്യാപാര കരാറുകൾ ഉണ്ടാക്കി കഴിഞ്ഞു. നിലവിൽ സൗദി ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായും ന്യൂസിലാൻഡുമായും അമേരിക്കയുമായും ചർച്ചകൾ നടത്തി വരികയുമാണ്. ചൈനയുമായി ഏതാണ്ട് ഉടക്കി നിൽക്കുന്ന അമേരിക്ക ഇന്ത്യയെ അത്ര പെട്ടെന്ന് ഒഴിവാക്കാൻ സാധ്യതയുമില്ല. അങ്ങനെ വന്നാൽ അവർക്കത് കനത്ത തിരിച്ചടിയായിരിക്കുകയും ചെയ്യും. അത് അവർക്ക് നന്നായി അറിയുകയും ചെയ്യാം. ഇന്ത്യയെ സംബന്ധിച്ച് അടിസ്ഥാന വികസനത്തിലെ മുന്നേറ്റവും ജനസംഖ്യാശാസ്ത്രവും സാമ്പത്തികേതര കമ്പനികളുടെ ബിസിനസ്സുകളെ ശക്തിപ്പെടുത്തുന്നതും നിർമ്മാണം, ഖനനം, ഉൽപ്പാദനം തുടങ്ങിയ മേഖലകളിൽ സർക്കാർ നിക്ഷേപങ്ങൾ ഗണ്യമായി വർധനവ് വരുത്തുന്നതും അപ്പുറത്ത് നഗരവൽക്കരണവും യുവജനസംഖ്യയിലെ ശക്തമായ കണക്കുകളും ഭവന ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾക്കുള്ള ആവശ്യകത വർദ്ധിപ്പിക്കുകയും ചെയ്യും. എന്നിരുന്നാലും ഓട്ടോമോട്ടീവ് പോലുള്ള കയറ്റുമതി മേഖലകൾ ആഗോള വ്യാപാര വെല്ലുവിളികൾക്കനുസരിച്ച് തിരിച്ചടി നേരിടുകയും ചെയ്യും. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് അത് തീരെ കുറവാണെന്ന് പറയാം. ആഗോളതലത്തിൽ ഇപ്പോൾ തന്നെ അസ്ഥിരത ഉണ്ടായിട്ടും ഇന്ത്യയുടെ മികച്ച ബാങ്ക് വിപണിയും സ്ഥിരതയുള്ള വായ്പാ സാഹചര്യങ്ങളും നമ്മുടെ സാമ്പത്തിക ശക്തിയെ അടിവരയിടുന്നു. അടുത്തിടെ ഉണ്ടായ ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷങ്ങൾ ചെറിയ രീതിയിൽ ഇന്ത്യയെ ബാധിക്കുമെങ്കിലും ഇന്ത്യയുടെ വളർച്ചയെ മുരടിപ്പിക്കുന്ന തരത്തിലേക്കോ തകർച്ചയിലേക്കോ നയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതേസമയം പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ തകർച്ചയിലാണെന്നും മൂഡീസ് അവരുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറഞ്ഞു വയ്ക്കുന്നു. എന്തൊക്കെയായാലും ഈ അടുത്ത സമയങ്ങളിൽ ഉണ്ടായ പ്രതികൂല സാഹചര്യങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് പ്രവചിച്ച 6.5% നിന്ന് അല്പം കുറയാനുള്ള സാധ്യതയേറെയാണ്. അതേസമയം വൈദ്യുതി, ഗതാഗതം, സാങ്കേതിക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്കുള്ള ശക്തമായ ഡിമാൻഡ് അടുത്ത 5 മുതൽ 7 വർഷത്തേക്ക് ഈ മേഖലയിലേക്കുള്ള നിക്ഷേപം 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ദീർഘകാലാടിസ്ഥാനത്തിൽ നമുക്കത് എളുപ്പത്തിൽ മറികടക്കാവുന്നതേ ഉള്ളൂ.